ജാക്കി ചാൻ കാർട്ടൂണിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള 5 വില്ലന്മാരെടുത്തു കഴിഞ്ഞാൽ അതിലെന്തായാലും ഉണ്ടാവുന്ന 2 ക്യാരക്ടേഴ്സ്, ഒന്ന് വികടനാഥനും ഒന്ന് ഷിൻഡോയും. ഇവരിൽ ആരാണ് ഏറ്റവും പവർഫുൾ? ഈ ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോണത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും തന്നെ വേഗം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഷിൻഡോനെ പറ്റി തന്നെ നോക്കാം. ജാക്കി ചാൻ കാർട്ടൂണിൽ വരുന്ന 8 ഡീമൻസിൽ ഒരാളാണ് ഷിൻഡോ. 8 ഡീമൻസും കൂടിയാണ് ഈ ഒരു ചൈനയെ ഭരിച്ചിരുന്നത്. ഇതിൽ തന്നെ ഏറ്റവും പവർ ഉള്ളതും ഷിൻഡോയ്ക്ക് തന്നെയാണ്. അടുത്തത് വികടനാഥനെ പറ്റി നോക്കുകയാണെങ്കിൽ 9 ഓണി ജനറൽസിൻ്റെയും ലീഡറായിട്ട് വരുന്ന ഒരു ക്യാരക്ടറാണ് വികടനാഥൻ. എന്ന് വെച്ചാൽ ഇവർക്കുള്ള എല്ലാ പവറും വികടനാഥനും ഉണ്ടാവും. ഏത് ഷാഡോക്കോണിനെ വേണമെങ്കിലും വികടനാഥന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് പവർഫുള്ളാണ് വികടനാഥൻ. അപ്പം ഇനി നമുക്ക് ഇവർ 2 പേരിലും ആരാണ് പവർഫുൾ നോക്കാം. ഇവർ ഓരോരുത്തരുടെ പവറായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. മീറ്റിൻ്റെയും കാര്യത്തിൽ ഏറ്റവും മുമ്പിലുള്ളത് ഷിൻഡോ തന്നെയാണ്. ഇതിനുള്ള കാരണം ഷിൻഡോ ഒരു ഡീമനാണ്. വികടനാഥനുള്ളതിനേക്കാളും ഹൈറ്റും വെയിറ്റും ഏറ്റവും കൂടുതലുള്ളത് ഷിൻഡോ ആണ്. വികടനാഥനാണെങ്കിൽ ഒരു നോർമൽ ഹ്യൂമൻ്റെ ഹൈറ്റാണുള്ളത്. വെയിറ്റും ഇതേ ലെവലിൽ തന്നെയാണ് വികടനാഥന് വരിക. ഇനി ഇവരിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്പീഡുള്ളത് നോക്കാം. സ്പീഡിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുമ്പിലുള്ളത് വികടനാഥനാണ്. കാരണം വികടനാഥനാണെങ്കിൽ ഒരു ജുജുപ്സു എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് തന്നെ മാസ്റ്ററാണ്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആരെ വേണമെങ്കിലും കൊല്ലാൻ പറ്റും. പിന്നെ അടുത്തതാണ് ഇവരുടെ ഫൈറ്റിംഗ് സ്കിൽസ്. ഇതിലേറ്റവും മുമ്പിലുള്ളതും വികടനാഥൻ തന്നെയാണ്. ഷിൻഡോൻ്റെ അറ്റാക്ക് ആണെങ്കിൽ ഒരു ഷേപ്പ് ഉണ്ടാവില്ല, കൃത്യമായിട്ടൊരു ഷേപ്പ് ഇല്ലാതെ തന്നെ. ഇപ്പോൾ ഹൾക്കൊക്കെ അറ്റാക്ക് ചെയ്യുന്ന പോലെയാണ് ഷിൻഡോ. ഒരു ആനിമൽ ടൈപ്പ് അറ്റാക്കിംഗ് ആണ്. പക്ഷേ വികടനാഥൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ വികടനാഥന് കൃത്യമായിട്ട് അറ്റാക്ക് ചെയ്യാനും അടുത്ത മൂവ്മെൻറ്റ് എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ടൊരു പ്ലാനിങ് വികടനാഥനുണ്ടാവും. പിന്നെ ഈ ഒരു ജുജുപ്സു എന്ന് പറഞ്ഞാൽ ഈ ഒരു മാർഷൽ ആർട്സും വികടനാഥന് അറിയാം. ഒരു നോർമൽ മാർഷൽ ആർട്സ് ഒന്നും അറിയാത്തൊരു ഹ്യൂമനെ കൊണ്ട് എന്തായാലും വികടനാഥന് മുമ്പിൽ പിടിച്ചു നിൽക്കാനും പറ്റില്ല. പിന്നെ മാർഷൽ ആർട്സ് ഒക്കെ ഷിൻഡോന് ചില ടൈമിൽ നല്ല വീക്ക്നെസ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ജാക്കി ചാനൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ഷിൻഡോനെ അടിച്ചിടുന്നത് നമ്മൾ പല എപ്പിസോഡിലും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വെയിറ്റും ഹൈറ്റും ഒക്കെ ഒരുപാട് കൂടുതലാണെങ്കിലും മാർഷൽ ആർട്സ് എപ്പോഴും ഷിൻഡോൻ്റെ ഒരു വീക്ക്നെസ് തന്നെയാണ്. കാരണം കൃത്യമായിട്ട് സ്പീഡിലൊരു അറ്റാക്ക് വരികയാണെങ്കിൽ ഷിൻഡോനെ കൊണ്ട് പെട്ടെന്ന് അറിയാനായിട്ട് പറ്റില്ല. പിന്നെ അടുത്തതാണ് സ്ട്രെങ്ത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുമ്പിലുള്ളത് ഷിൻഡോ തന്നെയാണ്. കാരണം ഷിൻഡോയ്ക്ക് ആണെങ്കിൽ കാളമന്ത്രക്കല്ലിനേക്കാളും 20-30 ഇരട്ടി പവറുണ്ട്. വികടനാഥനെ നോക്കുകയാണെങ്കിൽ വികടനാഥന് എത്ര പവർ ഉണ്ടെന്ന് പറഞ്ഞാലും ഷിൻഡോൻ്റെ അടുത്ത് എന്തായാലും എത്തൂല. കാളമന്ത്രക്കല്ല് ഈ ഒരു ഷിൻഡോ യൂസ് ചെയ്യണത് തന്നെ പവറിനൊന്ന് കൂട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അടുത്ത് ഇവർ മെയിനായിട്ടുള്ള വീക്ക്നെസ്സും ഇവരെ സ്പെഷ്യലായിട്ടുള്ള പവേഴ്സ് ആൻഡ് എബിലിറ്റീസും നോക്കാം. ഫസ്റ്റ് തന്നെ ഷിൻഡോൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള പവേഴ്സ് എബിലിറ്റീസ് നോക്കുകയാണെങ്കിൽ ഷിൻഡോ ആണെങ്കിൽ ബാക്കിയുള്ള ഈ ഒരു മാജിക്കൽ അല്ലാത്ത എല്ലാ വെപ്പൺസിൽ നിന്നും ഇമ്മ്യൂണാണ്. അതിലായിട്ടുള്ള ഏതൊരു അറ്റാക്കൊന്നും ഷിൻഡോനെ ഒന്നും ചെയ്യാനായിട്ട് പറ്റൂല. പിന്നെ വികടനാഥനുള്ള ഒരു സ്പെഷ്യൽ എബിലിറ്റി എന്ന് പറയുന്നത് വികടനാഥനെ കൊണ്ട് ടെലികാൻസ് യൂസ് ചെയ്യാൻ പറ്റുക. ഇവരുടെ 2 പേരുടെയും വീക്ക്നെസ് നോക്കാം. ഷിൻഡോന് മെയിനായിട്ടുള്ള വീക്ക്നെസ് എന്ന് പറയുന്നത് സ്കോഡ് മാജിക് ആണ്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഷിൻഡോനെ പെട്ടെന്ന് തന്നെ ശീലയാക്കി മാറ്റാനായിട്ട് പറ്റും. പിന്നെ വികടനാഥൻ്റെ മെയിനായിട്ടുള്ള വീക്ക്നെസ് സാമുറായുടെ ഹെയർ ആണ്. പിന്നെ അതോടൊപ്പം തന്നെ ഉള്ളിയും ചെറിയൊരു വീക്ക്നെസ് ആണെങ്കിലും മാസ്ക് ഫോമിലിരിക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു വീക്ക്നെസ് വികടനാഥന് എഫക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇവിടെ വികടനാഥൻ്റെയും ഷിൻഡോൻ്റെയും പവേഴ്സ് ആൻഡ് എബിലിറ്റീസും മറ്റുള്ള വീക്ക്നെസ്സൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോ പറഞ്ഞു. ഇനി നമുക്ക് ഇതിലാരാണ് ജയിക്കുക നോക്കാം. ഈ ഒരു ബാറ്റിൽ നമുക്ക് 2 ഭാഗമായിട്ട് തിരിക്കാം. ഷിൻഡോൻ്റെ മാന്ത്രികക്കല്ല് ഉപയോഗിച്ചിട്ടുള്ള ഫസ്റ്റ് ഭാഗമായിട്ടും പിന്നെ മാന്ത്രികക്കല്ല് ഉപയോഗിക്കാതെ ഷിൻഡോയും വികടനാഥനും തമ്മിലുള്ള രണ്ടാമതൊരു ഫൈറ്റും. ഇതിലാരാണ് ജയിക്കാൻ നോക്കാം. ഫസ്റ്റ് തന്നെ മാന്ത്രികക്കല്ലില്ലാതെ ഷിൻഡോൻ്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് നോക്കുകയാണെങ്കിൽ മാജിക്കൽ അല്ലാത്ത എല്ലാ വെപ്പൺസിനും ഇമ്മ്യൂണാണ്. പിന്നെ ഫയർ നോർമലായിട്ട് തന്നെ ഫയർ യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ഹൈ ലെവൽ സ്ട്രെങ്ത്തും ഉണ്ട്. ഇനി വികടനാഥൻ്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് നോക്കാം. വികടനാഥനാണെങ്കിൽ 9 ജനറൽസിൻ്റെ പവറും അതോടൊപ്പം തന്നെ എല്ലാ ഷാഡോകോൺസിനെ കൺട്രോൾ ചെയ്യാനും പറ്റും. പിന്നെ വികടനാഥന് സൂപ്പർ സ്പീഡും അതോടൊപ്പം തന്നെ ടെലികാൻസ് യൂസ് ചെയ്യാനും പറ്റും. ഇതുകൊണ്ടൊക്കെ തന്നെ ഇവിടെ ഷിൻഡോനെ ജയിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. മാന്ത്രികക്കല്ല് ഉപയോഗിച്ചുള്ളൊരു ഫൈറ്റ് ആണെങ്കിൽ ഇവിടെ ജയിക്കുക ഷിൻഡോ തന്നെയാണ്. കാരണം എല്ലാ മന്ത്രക്കല്ലിൻ്റെ പവർ ഉണ്ടാകുമ്പോൾ ഇവിടെ വികടനാഥനെ അറ്റാക്ക് ചെയ്യാൻ പോലും ടൈം കിട്ടൂല. അതിനു മുമ്പ് തന്നെ ഇവിടെ ഷിൻഡോ ഇവിടെ വിജയിക്കും. കാരണം ഈ ഒരു ടൈമിലാണെങ്കിൽ ഷിൻഡോന് ഒരുപാട് പവേഴ്സ് ഉണ്ട്. നമ്മുടെ ഇന്നത്തെ കൂടി ഇത്ര തന്നെ ഉള്ളൂ. മന്ത്രക്കല്ലുണ്ടെങ്കിൽ ഇവിടെ ഷിൻഡോ വിജയിക്കും, അല്ലെങ്കിൽ ഇവിടെ വികടനാഥൻ ജയിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോ കാണാം.